പ്രസവ സമയത്ത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ പിഴവിൽ അതികഠിനമായ ദുരിതത്തിലൂടെ കടന്നു പോവുകയാണ് പാലോട് സ്വദേശിയായ ഹസ്ന ഫാത്തിമ എന്ന യുവതി. ജനനേന്ദ്രിയത്തിലൂടെ വിസർജ്യം പുറത്തുവരുന്ന അവസ്ഥ കാരണം 5 ശസ്ത്രക്രിയകളാണ് ഇതിനോടകം തന്നെ ഹസ്ന ഫാത്തിമയുടെ ശരീരത്തിൽ ഇതിനോടകം നടത്തിയിട്ടുള്ളത്. 4 വർഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒന്ന് തൊടാനോ ആ കുഞ്ഞിനെ 8 മാസമായിട്ടൊന്ന് എടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഹസ്നയ്ക്ക് ഇപ്പോൾ നിലവിലുള്ളത്. മറ്റൊരു ചികിത്സാ പിഴവിന് കഴിഞ്ഞയാഴ്ച നടപടി നേരിട്ട ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ മാസങ്ങൾക്ക് മുൻപ് ഹസ്ന പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അന്ന് അനങ്ങിയിരുന്നില്ല. നിസ്സാരവൽക്കരണമായിരുന്നു ഹസ്നയുടെ പരാതിക്ക് മേൽ ലഭിച്ച മറുപടി. അതൊന്നും സാരമില്ല എന്നും അത് മാറുമെന്നും പ്രസവത്തിന് ശേഷമുള്ള ആഫ്റ്റർ ഇഫക്ട്സ് ആണെന്ന് പറഞ്ഞായിരുന്നു ആദ്യം ഹസ്നയെ ഒഴിവാക്കി വിട്ടത്. എന്നാൽ അത് നിർത്താൻ കഴിയാതെ വന്നതോടെ ഇത് വലിയൊരു ബാധ്യതയിലേക്ക് മാറി. ഹസ്നയുടെ കുഞ്ഞിനും വേദനയ്ക്കും 8 മാസം പ്രായമായി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം ജൂണിലെ പ്രസവശേഷം ദുരിത ജീവിതമാണ് ഹസ്ന ഫാത്തിമ നയിക്കുന്നത്. പ്രസവ സമയത്ത് യോനി ഭാഗത്ത് ഡോക്ടർ മുറിവുണ്ടാക്കിയപ്പോൾ മലാശയം കൂടി മുറിഞ്ഞതായിരുന്നു കാരണം. എന്നാൽ മുറിവുള്ള വിവരം ഡോക്ടർ ഗൗനിച്ചില്ല. ഇതുമാത്രമല്ല, ആ സമയത്ത് ചികിത്സയും നൽകിയിരുന്നില്ല. ഇതോടെ സഹിക്കാനാവാത്ത ഹസ്ന വേദന തിന്ന് ജീവിക്കുകയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ മാറുമെന്ന് കരുതി ജീവിച്ചു. കുഞ്ഞിനെ കണ്ട കൊതിയോടെ തന്നെ ഏറെ നാൾ കാത്തിരുന്ന എല്ലാവരും വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു കുഞ്ഞായതുകൊണ്ട് തന്നെ അതിന് പിന്നാലെയായിരുന്നു എല്ലാവരും എന്ന് പറയാം. പ്രസവം കഴിയുമ്പോൾ അല്ലറച്ചില്ലറ വേദനയൊക്കെ വരുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് താൻ അനുഭവിക്കുന്ന കഠിനവേദനയുടെ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്താൻ ഹസ്നയ്ക്കും സാധിച്ചിരുന്നില്ല. ആദ്യ പ്രസവമായതിനാൽ തന്നെ എന്തായിരിക്കും ശരിക്കും യഥാർത്ഥത്തിൽ എല്ലാവർക്കുമുള്ള വേദനയെന്നും ഹസ്നയ്ക്ക് അറിയില്ലായിരുന്നു. എല്ലാവരും പ്രസവം കഴിയുമ്പോൾ വേദനയുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എന്താണ് ആ വേദനയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് കണ്ടുപിടിക്കാതെയായിരുന്നു ഹസ്ന ഇത്രയും ദിവസവും മുന്നോട്ട് പോയത്. ഇതോടെ സഹിക്കാനാവാതെ ഹസ്ന തിന്ന വേദന ഊഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ജനനേന്ദ്രിയത്തിലൂടെ ശരീരവിസർജനം പുറത്തു വരുന്നത് തുടർന്നുകൊണ്ടിരുന്നു. സ്ഥിതി വഷളായപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ 3 ശസ്ത്രക്രിയകൾ നടത്തി. ഫലമൊന്നും മുന്നിൽ കണ്ടില്ല. നിൽക്കാനോ ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാതെ ഒരമ്മ വേദനിക്കുകയാണ്. ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിൽ ആശ്രയം തേടേണ്ടി വന്നു ഹസ്ന ഫാത്തിമയ്ക്ക്. റൂമിൽ പോയി പണം നൽകിയ ശേഷമാണ് ഡോക്ടർ ബിന്ദു സുന്ദർ മുറിവിൽ മരുന്നിടാൻ വരെ തയ്യാറായതെന്നും ഹസ്ന ഫാത്തിമ ഓർത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചികിത്സാ പിഴവും കൈക്കൂലി വാങ്ങലും എല്ലാം കൂടിയായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ആരും കണ്ടില്ല എന്ന് വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയുടെ വേദനയാണ് കഴിഞ്ഞ 8 മാസമായി ഹസ്ന താങ്ങി നിൽക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.